ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കരിയർ ചാറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ബാംഗ്ലൂർ സർജാപൂർ റോഡിലെ കൽമൺറാമിൽ വരുന്ന കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് മുന്നിലാണ്. കോളേജിലോട്ടൊന്ന് പോയി നോക്കിയാലോ. +2 ഒക്കെ കഴിഞ്ഞ് ഒരു കോളേജ് തലത്തിലേക്കൊക്കെ അഡ്മിഷൻ നോക്കുമ്പോൾ ബാംഗ്ലൂർ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ട് നോക്കുന്ന മോസ്റ്റ്ലി ഒട്ടുമിക്ക മലയാളികളുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കോളേജാണ് നമ്മൾ ഈ കാണുന്ന കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന് പ്രധാന കാരണം കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഈ ഗ്ലോസം പൂക്കളും പച്ചപ്പും ഇന്റർനാഷണൽ കോളേജ് എന്ന് എടുത്തറിയിക്കുന്ന പല രാജ്യങ്ങളുടെയും ഫ്ളാഗുകളുമാണ്. കർണാടക ബാംഗ്ലൂരിന്റെ ഹൃദയത്തിൽ എഡ്യൂക്കേഷൻ രംഗത്ത് നീണ്ട 40 വർഷത്തിലേറെയായി അറിയപ്പെടുന്ന ഒരു ടീമാണ് കൃപാനിധി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ക്യാമ്പസിലേക്ക് നമ്മൾ ഇന്ന് എത്തി നിൽക്കുമ്പോൾ എനിക്കിന്ന് എടുത്തു പറയാനുള്ള ഒരു പ്രധാന കാരണം, പ്രകൃതിയോട് ഇത്ര ഇണങ്ങി നിൽക്കുന്ന ഒരു പൂർണ്ണമായ ഒരു ഗ്രീൻ ക്യാമ്പസ് ഈ അടുത്തൊന്നും ഞാൻ ബാംഗ്ലൂർ എവിടെയും കണ്ടിട്ടില്ല. കഴിഞ്ഞ 6-7 വർഷങ്ങളായി നമ്മുടെ എഡ്യൂക്കേഷൻ ജേർണി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് കാലമായി ഈ കൃപാനിധി കോളേജ് നമ്മുടെ ക്യാമറയ്ക്കുള്ളിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് എനിക്കതിന് സാധിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. യെസ്, എന്തുകൊണ്ടാണ് ഞങ്ങൾ ടീം ഇന്ന് കൃപാനിധിയിലേക്ക് എത്തിയിരിക്കുന്നത് അറിയാമോ? +2 കഴിഞ്ഞെത്തുന്ന സ്റ്റുഡൻസ് പലരും കൃപാനിധി ഇങ്ങോട്ട് തന്നെ ചോദിച്ചു വരുന്നു എന്നതാണ് ഒരു പ്രധാന റീസൺ. നീണ്ട വിശാലമായ ക്യാമ്പസിന്റെ 70% ചെടികളും പൂക്കളും മരങ്ങളുടെ തണലിലും പൂർണ്ണ പച്ചപ്പിൽ മുങ്ങി നിൽക്കുന്നതിനാൽ നമ്മുടെ ബാംഗ്ലൂരിന്റെ ക്ലൈമറ്റിലും ഈ കോളേജ് കാണാൻ ഒരു പ്രത്യേക ചന്തമാണ്. സോ നമ്മുടെ തെക്കൻ കേരളത്തിൽ നിന്ന് വരെ UG മാനേജ്മെന്റ് കോഴ്സുകൾക്കും നേഴ്സിംഗിനും ഫാർമസി കോഴ്സുകൾക്കും ഒക്കെ നിരവധി മലയാളി സ്റ്റുഡൻസ് ആണ് ഇവിടെ കൃപാനിധിയിൽ പഠിക്കുന്നതായി ഞങ്ങൾ കണ്ടത്. മൊത്തത്തിൽ ബാംഗ്ലൂർ വരുന്ന എല്ലാ ക്യാമ്പസുകളും വെച്ച് നോക്കിയാലും മലയാളികളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ് നമ്മുടെ കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കൃപാനിധി കോളേജിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഈ ഒരു കോളേജിന്റെ ഗ്രീൻ ക്യാമ്പസ്, പച്ചപ്പ്, ആംബിയൻസ് ഒക്കെയാണ്. ഈ ഒരു കോളേജ് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതാണെന്ന് പറയേണ്ടി വരും. 800ഓളം കിലോമീറ്റർ താണ്ടി കേരളത്തിൽ നിന്ന് വന്ന എനിക്ക് പോലും ഈ ഒരു കോളേജ് കണ്ടപ്പോൾ ഇതുവരെ കണ്ട ക്യാമ്പസുകൾ വെച്ച് ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. ബാംഗ്ലൂരിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ മരങ്ങളും പൂക്കളും കൊണ്ട് നിറയുന്ന ഒരു സമയമാണ് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. കൃത്യം പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ സമയത്ത് ബാംഗ്ലൂർ പൂക്കൾ കൊണ്ട് നിറയുന്ന സമയം നമ്മുടെ കൃപാനിധിയിലേക്ക് നിങ്ങൾ വന്നാലും അതേ മനോഹാരിത, ബാംഗ്ലൂരിന്റെ അതേ സ്വഭാവം നമുക്ക് ഇവിടെയും കാണാം. ഇതേ നോക്കിയേ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോഴ്സുകൾ, ഫാർമസി കോഴ്സുകൾ, UG മാനേജ്മെന്റ് കോഴ്സിൽ പെടുന്ന BCA, BBA, BCom അതിന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രികളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു ബ്ലോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ GNM, BSc നഴ്സിംഗ് തുടങ്ങിയ എല്ലാ കോഴ്സുകളും ഈ ഒരു ബ്ലോക്കിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ കോളേജിനുള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്കുകളിലേക്കുമുള്ള വാക്വേയുടെ ഡയറക്ഷൻ ബോർഡ് നമുക്കിവിടെ കാണാം. പോരാത്തതിന് എന്നെ ഏറെ ആകർഷിച്ച ഐ ലവ് കൃപാനിധി എന്ന നെയിം ബോർഡ് വളരെ മനോഹരമായി മെയിൻ എൻട്രൻസിന് മുന്നിലായി അവർ കൊടുത്തിട്ടുണ്ട്. കോളേജിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലഞ്ച് ബ്രേക്ക് ടൈമിലൊക്കെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഇരിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ടേബിൾസും അതുപോലെ തന്നെ ബെഞ്ചും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലഞ്ച് ടൈമിലൊക്കെ ആയതുകൊണ്ട് ഇവിടെ ക്യാൻറ്റീൻ അടുത്തായതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ നോട്ട്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടോ പരീക്ഷ ടൈമിലൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് ഇരിക്കാനോ ഒക്കെ ഇവർക്കൊരു ഫ്രീഡം ഇവിടെ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇതുകൂടാതെ BCയുടെ സ്പെഷ്യലൈസേഷൻ കോഴ്സുകളായ AI, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ് തുടങ്ങിയ കോഴ്സുകൾക്ക് IBM, മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കോളേജിന്റെ ക്യാൻറ്റീനും ക്ലാസ് റൂമും സ്റ്റുഡൻസിന്റെ റിവ്യൂ ഒക്കെ പറയും മുമ്പേ കൃപാനിധി സ്പോർട്സിനും കുട്ടികളുടെ വിനോദത്തിനും കൃത്യമായ പ്രാധാന്യം കൊടുക്കാറുണ്ടെന്ന് എടുത്തു പറയണം. സോ കോളേജിന്റെ നടുക്കുഭാഗത്ത് സെൻട്രലിൽ തന്നെ നമുക്കൊരു ഫുട്ബോൾ ടർഫും ബാസ്കറ്റ്ബോൾ കോർട്ടും കാണാൻ കഴിയും. അപ്പോൾ കൃപാനിധി കോളേജിൽ വന്നതിന് ശേഷം ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, അതായത് ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്ന് പഠിക്കുന്ന 2-3 സ്റ്റുഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവർ നേപ്പാളുകാരാണെന്നാണ് പറയുന്നത്. നമുക്ക് കോളേജിനെ പറ്റിയും അതുപോലെ അവരുടെ ഈ ഒരു ക്യാമ്പസിനെയും പറ്റിയും നേഴ്സിംഗിനെ പറ്റിയുള്ള റിവ്യൂ ഒക്കെ ഒന്ന് ചോദിച്ചാലോ. ഹായ്, ഹലോ, വാട്ട് ഈസ് യുവർ നെയിം? Ayushma Kharka. Okay. Bhavana Ranamagar. Bhavana. Akriti. Okay, where are you from? Nepal. Nepal. First year? First year. Okay, which course? BSc Nursing. BSc Nursing. Okay, how is your college experience? Good. Tell me now. Nice. Overall, our college and the course we are studying is very nice, and the campus environment is also overall nice here. So overall, our experience is good. Okay. What about Bangalore city? Your experience? Bangalore Really good. Nice. Really good. Weather is perfect. Weather is perfect. Compare with Nepal. Yeah. Okay. ഇനി കൃപാനിധി കോളേജിലെ ഓരോ കോഴ്സുകളുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും ക്ലാസ് റൂം അറേഞ്ച്മെന്റ്സും സീറ്റുകളുടെ സ്ട്രെങ്തും ഒക്കെ നമുക്കൊന്ന് ഓടിച്ചു വിട്ട് നോക്കിയാലോ. എനിക്ക് വളരെ ആകർഷകമായി തോന്നിയ ഒരു കാര്യം, BBA ഏവിയേഷൻ കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ക്ലാസ് റൂമിലേക്ക് വന്നപ്പോൾ വാൾപെയിന്റ്, വിമാനത്തിന്റെ വിൻഡോ പോർത്തോൾ ചുമർചിത്രങ്ങളും അതിമനോഹരമായിട്ടാണ് ഇവിടെ 2 വശങ്ങളിലായും നൽകിയിരിക്കുന്നത്.
ഇനി KGF എന്നൊക്കെ പറയുന്ന പോലെ KGI. അതെ, കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി കൂടി നമുക്കൊന്ന് വിവരിക്കാം. NAAC അക്രിഡിയേഷന് A ഗ്രേഡ് ഉള്ള ഒരു സ്ഥാപനമാണ്, ഒരു ക്യാമ്പസ് ആണിത്. BCA സ്പെഷ്യലൈസേഷന്റെ IBM കണക്ഷനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിമിൽ 91ാമത്തെ റാങ്കാണ് നമ്മുടെ ഈ കൃപാനിധി കോളേജിന് വരുന്നത്. പോരാത്തതിന് കോഴ്സുകളുടെ ഓൾ ഇന്ത്യ റാങ്കിംഗ് ലിസ്റ്റും ഇവിടെ കൊടുത്തിരിക്കുന്നതായി കണ്ടു. കോളേജിന്റെ പല കോർണറുകളിലായിട്ട് ഇവിടെ നിന്ന് ഫൈനൽ ഇയർ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി സെലക്ട് ആയി പല കമ്പനീസിലേക്കും പ്ലേസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോസും സാലറി ഇൻ LPAയിൽ നമുക്ക് കാണാം. കൃപാനിധി ക്യാമ്പസ് പൂർണ്ണമായും CCTV ക്യാമറ കണ്ണുകളായതിനാൽ നോ റാഗിംഗ് ഇൻ എനി ഫോം ഈസ് പണിഷബിൾ. സ്റ്റെപ്പുകളിലും സ്റ്റെയർ കേസുകളിലും കാണുന്ന വലിപ്പത്തിൽ വെച്ചിട്ടുണ്ട്. സോ പേരൻസ് ഒക്കെ ഇപ്പോൾ വളരെ ഹാപ്പി അല്ലേ? അതെ, ഈ കോളേജ് ഒരു ആന്റി റാഗിംഗ് ക്യാമ്പസ് ആണ്. ഈ കോളേജിന് പ്രത്യേക വിഷനും മിഷനും ഒക്കെ ഉണ്ട്. ഈ ഉച്ചയ്ക്ക് പോലും ചില വെറൈറ്റി ബേർഡ്സിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാം. കാരണം കൃത്യമായി ഗാർഡനും ചെടികളും മരങ്ങളും സംരക്ഷിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് കൃപാനിധിയുടേത്. ഇപ്പോൾ നമ്മൾ കൃപാനിധി കോളേജിന്റെ ഒരു ഗ്രീൻ ക്യാമ്പസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. മൊത്തം ഒരു വല്ലാത്ത പച്ചപ്പാണ്, ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ ഒരു കോളേജിനകത്ത് നിൽക്കുമ്പോൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഫ്രണ്ടിലായിട്ടാണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ നേഴ്സിംഗ് ബ്ലോക്കും വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ട്. ഇപ്പോൾ കൃപാനിധി കോളേജിൽ വന്നതിന് ശേഷം നമ്മൾ 2 കുട്ടികൾ ഇവിടെ പഠിക്കുന്നവരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് പേരും കോളേജിന്റെ റിവ്യൂ ഒക്കെ നോക്കിയാലോ? ഹായ്, ഹലോ, പേരെന്താ? അപർണ. ഭദ്ര. രണ്ടുപേരും നാട്ടിലെവിടെയാ? തൃശ്ശൂരാണോ? ഇവിടെ വന്ന് പരിചയപ്പെട്ടാണോ അതോ നേരത്തെ പരിചയപ്പെട്ട ആൾക്കാരാണോ? ഇവിടെ വന്ന് പരിചയപ്പെട്ടാണോ? ഓക്കെ. രണ്ടുപേരും ഒരേ കോഴ്സ് ആണോ? ഇപ്പൊ ഏതാ കോഴ്സ് പഠിക്കുന്നത്? BCA. ഏതാ ആഡ് ഓൺ കോഴ്സ് സ്പെഷ്യലൈസേഷൻ? ഡാറ്റ സയൻസ്. BB ഏവിയേഷൻ ആണ്. ഇപ്പോഴത്തെ കോളേജിനെ പറ്റിയും അതുപോലെ ബാംഗ്ലൂരിനെ പറ്റി നിങ്ങളുടെ റിവ്യൂ ഒന്ന് പറയാമോ? നല്ല ക്യാമ്പസ് ആണ്, നല്ല കോളേജ് ആണല്ലേ? കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടല്ലേ? മലയാളി അധ്യാപകരൊക്കെ ഉണ്ടോ? എക്സാം ടൈം ഒക്കെ അടുത്തതിനാൽ സ്റ്റുഡൻസ് ഒക്കെ ക്യാമ്പസിൽ കുറവാണ്. സോ ഇനി നമുക്ക് ക്യാൻറ്റീനിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? അവിടെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനെങ്കിലും കിട്ടും. ക്യാൻറ്റീനിലേക്ക് പോകവേ ഇടത് സൈഡിലായിട്ടാണ് സെറോക്സ് ഫോട്ടോ കോപ്പി സെന്റർ വരുന്നത്. സോ ലഞ്ച് ബ്രേക്ക് ടൈമിൽ നമുക്ക് നോട്ട്സ് റെക്കോർഡ്സിന്റെ ഒക്കെ പ്രിന്റ് എടുക്കാനും റെക്കോർഡ് ബുക്സ് സ്പൈറൽ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ പല ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള സ്റ്റുഡൻസും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇരുന്ന് കോഫി, സ്നാക്സ്, ലഞ്ചും ഒക്കെ കഴിക്കുന്നതായിട്ട് കാണാം. മുകളിൽ ജ്യൂസ് ഐറ്റംസ്, ഷേക്ക്, ഐസ്ക്രീമിന്റെ ഒക്കെ മെനു ഉണ്ട്. ഇവിടെ സൈഡിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നേഴ്സിംഗ് ബ്ലോക്കിന്റെയും അതുപോലെ ഫുട്ബോൾ കോർട്ടിന്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഗേൾസിന്റെ, അതായത് കൃപാനിധിയിൽ പഠിക്കുന്ന മലയാളി പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും സ്റ്റേ ചെയ്യുന്ന ഗേൾസ് ഹോസ്റ്റൽ വരുന്നത്. ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ. ഇപ്പോൾ എൻ്റെ തൊട്ട് പുറകെ കാണുന്നതാണ് നമ്മുടെ കൃപാനിധി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ബോയ്സ് സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോളേജിന്റെ നമ്മുടെ ഫുട്ബോൾ കോർട്ട് കാണാം. അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ഗ്രീൻ ക്യാമ്പസ് എന്ന് പറയുന്ന രീതിയിൽ മൊത്തം മരം പിടിപ്പിച്ച ഒരു പച്ചപ്പ് കൊടുത്തിട്ടുണ്ട് കൃത്യമായി. ഇതിന് രണ്ടിനും ഇടയിലൂടെ കൃത്യമായിട്ടുള്ളൊരു വാക്ക് വേ നമുക്കിവിടെ കാണാൻ കഴിയും. സോ 2026 അധ്യയന വർഷത്തേക്കുള്ള നമ്മുടെ കൃപാനിധി കോളേജിലെ നേഴ്സിംഗ് കോഴ്സുകളായിട്ടുള്ള GNM BSc നേഴ്സിംഗ് കോഴ്സുകളും ഫാർമസി കോഴ്സായിട്ടുള്ള BPharm പോലുള്ള കോഴ്സുകൾക്കും ഫിസിയോതെറാപ്പി പോലുള്ള BPT കോഴ്സുകൾക്കും ഞാൻ ഈ കൊടുത്തിട്ടുള്ള ഇത്രയും ആഡ് ഓൺ കോഴ്സുകൾക്കും UG മാനേജ്മെൻറ്റ് കോഴ്സായിട്ടുള്ള BCA, BBA, BCom പോലുള്ള കോഴ്സുകളും അതിൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി അതായത് PG കോഴ്സായിട്ടുള്ള MBA, MCA, MCom പോലുള്ള കോഴ്സുകൾക്കും 2026 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഡയറക്റ്റ് നമുക്ക് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ കൃപാനിധി കോളേജിൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.